CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെത്തിയപ്പോൾ ചെറിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധ പ്രകടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെയും തിരുവഞ്ചൂരിന്റെയും കയ്യിലുള്ള 50,000 പോലീസുകാരെ നേരിടാൻ CPIM-ന്റെ ഒരു ഏരിയയിലെ സഹാക്കൾ മാത്രം മതിയാകുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പുനലൂരിലെയും ഈ മേഖലയിലെയും പോലീസുകാരെ നേരിടാൻ CPIM വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് കഴിയുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് കണ്ണൂരെയും കേരളത്തിലെമ്പാടുമുള്ള സ്ഥിതി ഇതുതന്നെയാണ്. CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സേനയെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. DYFI, CITU പ്രവർത്തകരടക്കം നിരവധി ആളുകൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ച പ്രകടനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ, DYFI നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ തകർക്കപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് ഒമേഗ രാജൻ ആരോപിച്ചു. പി ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുനലൂർ പട്ടണത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കോൺഗ്രസിന്റെ കൊടിമരങ്ങളും തകർത്തതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അവർക്ക് നിയമ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നെഞ്ചിലോട്ട് കുതിര കയറുവാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈവ് വാർത്ത, പുനലൂർ.